ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ആ ഫോട്ടോ വൈറൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ താങ്കളുടെ ഫോണാണ്. താങ്കളുടെ കയ്യിലെ മോതിരം അതൊക്കെ അതിനകത്തുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സജ്ന നൂർ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ അക്കൗണ്ട് ഹാക്കായി എന്നാണ് സജ്ന പറയുന്നത്. എൻ്റെ അക്കൗണ്ട് ഹാക്കായി, ഞാനല്ല ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് സജ്നയുടെ വാദം. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സജിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ശരി. എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നൊരു കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് ഓക്കെ, ശ്വാസം വിടാതെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജ്ന കള്ളം പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് പിടിക്കാൻ പറ്റുമെന്ന് എന്നുള്ളതാണ്. ഒരു കോൺഫിഡൻസ് ഇല്ല. താങ്കൾ പറയുന്ന വാക്കുകൾക്ക്, താങ്കൾ പറയുന്നതൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല. താങ്കൾ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് ലോജിക്കലി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ എനിക്ക് ഹാക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ഇത് ഇട്ടത് എപ്പോഴാണെന്ന് അറിയാമോ? ഇന്നലെയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നാണ് സജ്ന പറയുന്നത്. അതുപോലെ ആ പോസ്റ്റ് എത്ര കണ്ടു എന്നറിയാം. ആ പോസ്റ്റ് ഏതാണ്ട് 4 മില്യന് മേലുള്ള ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. എന്നിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. ഇത് ആദ്യമായിട്ടല്ല പിന്നീട് ഇതുപോലെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. അത് സജ്ന ആദ്യമായിട്ടല്ല റസൂൽ പൂക്കുറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിറോസ് ഖാനുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം പറയുന്നു, സത്യം പറഞ്ഞാൽ അത് ഹാക്കായി, അത് എൻ്റെ അക്കൗണ്ട് ഹാക്കായി മറ്റാരോ ആണ് ഈ പോസ്റ്റ് ചെയ്തത്. അതുപോലെ ഏതോ ഒരു കൂട്ടുകാരി ആരോ ആണ്. ഓക്കെ, ഷാലുവിൻ്റെ അടുത്ത് പറഞ്ഞ് ഷാലുവിന് ഈ ഒരു അക്കൗണ്ടിൽ ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാലുവിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഷാലു അത് ഷാലുവിനും പറ്റിയില്ല, പിന്നെ എന്തൊക്കെ ചെയ്ത് റിക്കവറി ചെയ്തെടുത്ത് ഞാനത് ഡിലീറ്റ് ആക്കി എന്നുള്ളതാണ് സജ്ന പറയുന്നത്. സജ്ന അടുത്ത് എൻ്റെ അടുത്ത് എനിക്കൊരു ചോദ്യം, ഓക്കെ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ ആ ഫോട്ടോ നിങ്ങളുടെ തന്നെയല്ലേ? ആ ഫോട്ടോ വൈറൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ താങ്കളുടെ ഫോണാണ്. താങ്കളുടെ കയ്യിലെ മോതിരം അതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഹാക്ക് ചിലപ്പോൾ അത് AI വെച്ച് എടുത്തതായിരിക്കും അല്ലേ? മേ ബി AI ഒക്കെ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ AI ഇവിടെ പുള്ളിക്ക് എങ്ങനെ കിട്ടി വെച്ചതായിരിക്കും. ഇത് ഈ ഒരു പോസ്റ്റ് മാത്രമല്ല സജ്ന അതിനകത്ത് ഇട്ടുന്നത്. താങ്കളുടെ മക്കളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടത്? 2 മക്കൾ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്താണ് ഈ ഒരു റീലും വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും ഡിലീറ്റഡ് ആണ്. അതും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ആദ്യമേ അത് ഡിലീറ്റ് ആയിരുന്നു. അപ്പോൾ അതും ഈ പറയുന്ന ഹാക്കർ എടുത്ത് ഇട്ടു ഡിലീറ്റ് ആക്കിയതാണോ എന്നുള്ളൊരു എനിക്ക് സംശയമുണ്ട്. അതുമല്ല, ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സജ്ന ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ ഗർഭവതിയാണ്, പുള്ളി എന്നെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ 100% ആൾക്കാർ താങ്കളെ വിമർശിക്കുകയാണ് ചെയ്തത്. കാരണം താങ്കളുടെ മക്കളുണ്ട്, അതൊരു അന്യപുരുഷനാണ്, താങ്കൾ ഈ പറയുന്ന താങ്കളുടെ അഭിഹിതമാണ്, താങ്കൾ ഈ പറയുന്ന എന്താണ് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി താങ്കൾ പോസ്റ്റ് ചെയ്യുന്നത് താങ്കളുടെ അഭിഹിതമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് താങ്കൾക്ക് ഉണ്ടായില്ല. താങ്കളുടെ മക്കളെ അതെങ്ങനെ ബാധിക്കുമെന്ന് താങ്കൾക്ക് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായി. ഒരിടത്ത് പോലും ആര് പോലും താങ്കൾ നല്ലത് പറഞ്ഞില്ല, ഇത് എങ്ങോട്ടാണ് പോക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് വരുമ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇത് ഹാക്ക് ചെയ്തതാണ് എന്നുള്ളതാണ്. ശരി, ഓക്കെ, ഹാക്കായി, ശരി, ഓക്കെ. എൻ്റെ സംശയം, ഗർഭം എന്ന് പറയുന്നത് അത് ഇല്ലേ? ഗർഭം അതോ ഉണ്ടോ? അതിൻ്റെ സംശയം. കാരണം താങ്കൾ മുമ്പേ പറഞ്ഞിട്ട് താങ്കൾ ഗർഭിണിയാണ് എന്നുള്ളത്, 4 കൊല്ലം കൊണ്ട് അവരുമായിട്ട് റിലേഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ഗർഭം ഉണ്ടോ ഇല്ലയോ എന്താണ്? ബാക്കിയായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ആണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്.
എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ സത്യമാണല്ലോ, വൃത്തികെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് ഇപ്പൊ താങ്കൾ ചെയ്തത്. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞ് വിശ്വസിക്കുന്നു താങ്കൾ ഹാക്കായി ഒരു കാര്യം, ഇനി ഹാക്കായി ഇനിയിപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറയുന്നത് അത് ഇനി ഞാൻ അതിനെ കൂടുതൽ വലിച്ചു കീറുന്നില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പൊ അത് കാണിച്ചതൊരു വൃത്തികെട്ട പരിപാടിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയെങ്കിലും കാരണം കാണിച്ചത് ചിലപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ബലമായി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും താങ്കൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് വളരെ വളരെ വലിയൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ എന്നറിഞ്ഞാൽ മതി. ലാക്കോലെ ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന സ്വാഭാവികമായിട്ട് സംസാരിക്കുമല്ലോ. താങ്കൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ താങ്കളുടെ ഐഡിയിൽ നിന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് വരികയാണ്, ഞാൻ ഗർഭിണിയാണ്, തൊട്ട് സൈഡിൽ റസൂൽ പൂക്കുറ്റിയുമായി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹാക്ക് ചെയ്ത ആൾക്കാർക്ക് ആ ഫോട്ടോ എങ്ങനെ കിട്ടി? കെട്ടിപ്പിടിച്ച ഫോട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ വിമർശിക്കും, അങ്ങയാളെ കുറ്റം പറയും, താങ്കളുടെ സ്വഭാവത്തിന് നേരെ വിരൽ ചൂണ്ടും, റസൂൽ പൂക്കുട്ടിയുടെ സ്വഭാവത്തിന് നേരെ വിരൽ ചൂണ്ടും. സ്വാഭാവികമല്ലേ? നമ്മൾ ആരുടെടുത്തും പോയി ഒളിഞ്ഞു നോക്കിയതല്ലല്ലോ. താങ്കളുടെ ഐഡിയയിൽ താങ്കളുടെ അക്കൗണ്ടിൽ വന്നതാണ് എന്നുള്ളത് പരമാർത്ഥമല്ലേ? മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ആ ഒരു കോൺഫിഡൻസ്, തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ളൊരു ധൈര്യം ഇപ്പം പറഞ്ഞില്ലേ, അതാണ് വേണ്ടത്. അല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ ആരെയും ബലമായിട്ട് പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല ചെയ്തത്. ഇപ്പൊ താങ്കൾ ഇത് ചെയ്തില്ല, താങ്കൾ ഹാക്ക് ചെയ്തെന്ന് പറയും, ശരി ഓക്കെ. ഇതിനു മുമ്പ് താങ്കൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കേസ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞുകൊണ്ടോ അയാളെ നാണം കെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അയാളെ ത്രട്ടൺ ചെയ്ത് അയാളെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ ഇന്നത് വിടും, അല്ലെങ്കിൽ എൻ്റെ മറ്റതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളെ കെട്ടിക്കഴിഞ്ഞാലും എന്തൊരു ശാശ്വതമാണ് അതിനുള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. താങ്കൾക്ക് 2 മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. താങ്കൾ ഇനി ഒരു കല്യാണം കഴിക്കാൻ പാടില്ലെന്നോ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നുമില്ല. താങ്കൾ ചെറുപ്പമാണ്, കാണാൻ സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്കൊരു ഒരു കൂട്ട് വേണം എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ആരാണ്, അയാൾക്ക് ഫാമിലി ഉണ്ടോ, ഇത് ഞാൻ ചെയ്യുന്നത് ആരെയൊക്കെ ബാധിക്കും, എൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ആരെയൊക്കെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ പിന്നീട് ഓർക്കണമായിരുന്നു. ഇനിയും സമയങ്ങളുണ്ട്, അതൊക്കെ കളയുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മനഃശക്തി നേടിയെടുക്കുക എന്നുള്ള കുറച്ച് പൊട്ടിയാണ് നിൽക്കുന്നത്. അത് കണ്ട അവരുടെ സംസാരത്തിലൊക്കെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പോൾ ഒരു മനസാന്നിധ്യം നേടിയെടുക്കുക എന്ന് എനിക്കിതിൽ പറയാൻ പറ്റത്തുള്ളൂ. 2 കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയെങ്കിലും താങ്കൾക്ക് ജീവിക്കണം എന്നുള്ള ഒരു സത്യം താങ്കൾ മനസ്സിലാക്കണം. എന്നെ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ്, ഇപ്പം എനിക്ക് എന്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെ എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ കേസ് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾ ഇപ്പം വേറൊരു ലൈഫിൽ ഇപ്പം കല്യാണം കഴിച്ചാലോ വേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ആർക്കും ഒന്നും വരാനില്ല, മനസ്സിലായോ? ആർക്കും അതുകൊണ്ട് ഒരു ചെയ്തവും ഇല്ല എന്നുള്ളതാണ്. ആരും വലുതായിട്ട് സന്തോഷിക്കാനും പോകുന്നില്ല, ദുഃഖിക്കാനും പോകുന്നില്ല. പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇടുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും എന്നുള്ളതാണ്. താങ്കൾ രഹസ്യമായിട്ട് വെച്ചോ, അതെല്ലാം കഴിഞ്ഞിട്ട് വെച്ചോ എന്നുള്ളതാണ്, മനസ്സിലായോ? താങ്കൾ ഇവിടെ നേരിട്ട് വന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് താങ്കളുടെ അക്കൗണ്ടിലിട്ട് വരുമ്പോൾ നേരിട്ട് വന്ന് പറയുന്നതിന് തുല്യമല്ലേ? പിന്നെ നമുക്ക് പറയാം ഹാക്കായി AI ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാമെന്നോ എന്നേ ഉള്ളൂ, സ്വയം ഒന്നൊരു ആശ്വസിക്കാം എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്.
നിങ്ങൾക്ക് വിശ്വസിച്ചോ? അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വാഴയായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്മ നിങ്ങൾ വിശ്വസിക്കേ. ദേവി ചെയ്ത് എന്നെ ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ഇത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഓക്കെ, അപ്പോൾ ഇതാണ് സജനത്തയുടെ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് എൻ്റെ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു പോസ്റ്റ് ഞാനല്ല ഇട്ടത്. എനിക്ക് ഗർഭം ഇല്ല എന്നാണ്, അതിനി അറിയത്തില്ല, അതിനി അവർ തന്നെ പറയണം. ഞാനല്ല പോസ്റ്റ് ഇട്ടത്, എൻ്റെ ഫോൺ ഹാക്കായി മറ്റാരോ ഇട്ടതാണ്. അതിൻ്റെ കൂടെ 2 കുട്ടികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊക്കെ ഡിലീറ്റഡ് ആണ് എന്നുള്ളതാണ്. എനിക്കിത് മനസ്സിലായ ഒരു സംഭവം. ഇത് ഹാക്കാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇത് ഇവരുടെ ആ സംസാരത്തിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. തനിക്ക് പറ്റിപ്പോയ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് പേര് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇനി മറ്റൊരു വഴിയില്ല, ഇതിനൊരു ന്യായീകരണം ഇല്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ ന്യായീകരിക്കും എന്നുള്ളത് പിന്നീട് സജനയ്ക്ക് അറിയത്തില്ല. ഇതിന് സത്യം പറഞ്ഞാൽ വിരട്ടാൻ വേണ്ടിയിട്ടാണ്, പൂക്കുട്ടിയെ വിരട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് എന്നുള്ളത് തന്നെയാണ് അരിയാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ പൂക്കുട്ടി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പോലും ആണെന്നോ അല്ലെന്നോ പറയാത്തിടത്തോളം കാലം താങ്കൾക്ക് അവരുമായി ബന്ധമുണ്ട് എന്നുള്ളതിന് വേറെ തർക്കവും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പേ പുള്ളി പിന്നീട് പ്രതികരിക്കുമ്പോൾ മേ ബി താങ്കൾ ഇതിനെക്കൊണ്ട് വലിയ എവിഡൻസുകൾ താങ്കളിൽ കാണുമായിരിക്കും. അത് പേടിച്ചിട്ടായിരിക്കാം പുള്ളി പ്രതികരിക്കാതിരുന്നത്. പിന്നെന്താണ്, ഇനി ഞാൻ വീണ്ടും പറയുന്നു, താങ്കളുടെ 2 കുട്ടികളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കുന്ന ആ ഒരു മനസാന്നിധ്യം കൈവിടാതിരിക്കുക. ആരെയും ബലമായിട്ട് പിടിച്ചു നിർത്തിയാലും ചേർത്ത് നിർത്തിയാലും അത് വേച്ച് കെട്ടിയത് മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ അതൊരു ശാശ്വതമാവത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വീണ്ടും മറ്റൊരു ദുഃഖം. നിങ്ങൾ 2 വിവാഹം കഴിഞ്ഞു, ഈ പറയുന്ന 2 കുട്ടികളുണ്ട്, മനസ്സിലായോ? ഇനി അടുത്ത അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ജീവിതത്തിലേക്ക് 2 പരാജയങ്ങൾ സംഭവിച്ചു. ഇനി അടുത്തൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറ്റേതെങ്കിലും ഫാമിലി കയറിയിട്ടല്ല, അവരുടെ ഭർത്താവിനെ തട്ടിയെടുത്തുകൊണ്ടാവരുത് നിങ്ങളുടെ അടുത്തൊരു ജീവിതം. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. താങ്കളുടെ അതേപോലെ തന്നെ അതും ഒരു കുടുംബമാണ്. അവർ വയ്യാതായി എന്തോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്നൊക്കെയാണ് അറിവ്. അപ്പോൾ അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും ഇത് എഫക്ട് ചെയ്യും. ശരിയായിരിക്കും, നിങ്ങൾ തമ്മിലുള്ള സ്നേഹമായിരുന്നെങ്കിൽ അയാൾ താങ്കളെ പറ്റിച്ചിട്ടുണ്ടാവാം, താങ്കൾ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം, താങ്കൾ അതുവഴി ഗർഭിണിയായിട്ടുണ്ടാവാം. പക്ഷെ അത് ഡീൽ ചെയ്യാനുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി അല്ല. സോഷ്യൽ മീഡിയ വഴി കൊണ്ടിട്ട് ത്രട്ടൻ ചെയ്ത് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി അല്ല അയാളെ നേടിയെടുക്കാനുള്ളത്. സ്നേഹത്തോടു കൂടി നേടിയാൽ പുള്ളി എന്ത് ചെയ്യണം? പുള്ളി അറിഞ്ഞുകൊണ്ട് ഇഷ്ടത്തോടെ വരണം, എങ്കിൽ അത് സാക്ഷ്യത്വമുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ ഒരു ശരിയാണോ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ വിട്ടിട്ട് വേറെ പെണ്ണിൻ്റെ ഒടുക്കി പോയാൽ മതിയാവും. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നാറത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.